ചരിത്രത്തിന്റെ കാവ്യനീതി നക്സൽ വർഗീസിന്റെ ബന്ധുക്കൾക്ക് 50 ലക്ഷം നഷ്ടപരിഹാരം. മന്ത്രിസഭാ തീരുമാനം ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടപടി രക്തസാക്ഷികൾക്ക് ലഭിച്ച നീതിയെന്ന് വർഗീസിന്റെ കുടുംബം. പാവങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന് ഭരണകൂടത്താൽ കൊല ചെയ്യപ്പെട്ട അനേകം പേർക്കുള്ള നീതി കൂടിയാണ് നഷ്ടപരിഹാരം ലഭ്യമാകുന്നതോടെ നടപ്പാകുന്നതെന്ന് വർഗീസിന്റെ സഹോദരങ്ങൾ. 1970 ഫെബ്രുവരി 18 തിരുനെല്ലി വനത്തിൽ വ്യാജ ഏറ്റുമുട്ടലിലാണ് വർഗീസ് കൊല്ലപ്പെട്ടത് എന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് 1998 കുടുംബം ഉൾപ്പെടെ കക്ഷികൾ കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കുടുംബാംഗങ്ങൾ സർക്കാരിൽ സമർപ്പിച്ച നിവേദനത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചത്. ഒരു നഷ്ടപരിഹാരമല്ല, ഏറ്റവും വലിയ ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഈ വർഗീസിനെ പിടിച്ചുകൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ആ CBI കോർട്ടിലെ ആ വിധിയായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ 51 വർഷം പൂർത്തിയാകുമ്പോൾ സർക്കാർ നഷ്ടപരിഹാര തുക നൽകുന്നു. സഹോദരങ്ങളായ മറിയക്കുട്ടി, അന്നമ്മ, തോമസ്, ജോസഫ് എന്നിവർക്കാണ് നഷ്ടപരിഹാര തുക ലഭിക്കുക. വർഗീസിന്റെ ഓർമ്മകൾ നിലനിർത്താനായി സ്മാരകം പണിയാൻ കുടുംബാംഗങ്ങൾ വിട്ടുകൊടുത്ത 70 സെന്റ് സ്ഥലവും തറവാടും ഇപ്പോൾ തികച്ചും ശോചനീയാവസ്ഥയിലാണ്. കേസ് രാമചന്ദ്രനായിരുന്ന പോലീസുകാരൻ വെളിപ്പെടുത്തിയതിൻ്റെ പേരിലാണ് കേസ് ഇത്രയും എത്തിയത്. പിന്നെ പോലീസ് അയാളെ ശിക്ഷിക്കാനും തുക ലഭ്യമാകുന്നതോടെ വയനാടൻ നക്സൽ ചരിത്രവും മറ്റും പഠിക്കാൻ ഗവേഷണ വിദ്യാർത്ഥികൾക്കും ചരിത്ര അന്വേഷികൾക്കും ഉപകാരപ്രദമാകുന്ന ഉചിതമായ രീതിയിൽ സ്മാരകം നിർമ്മിക്കുമെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. വിജിത്ത്, വയനാട് വിഷൻ, വെള്ളമുണ്ട.